അഭിമാനകരമായ നിമിഷമാണ്. അതെ വധശിക്ഷ അവസാന ഘട്ടങ്ങളിൽ അറിയാമായിരുന്നു. പ്രോസിക്യൂഷൻ്റെ ഒരു നല്ല സമീപനം അവസാന രീതിയിലെ സമയത്ത് ഇത് ഇങ്ങനെ ഒരു വധശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതലേ വിചാരിച്ചത്. അതുതന്നെയാണ് കിട്ടിയത്. ഈ കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ലൊരു നിമിഷമാണ് ഈ നിമിഷം. കോടതി വലിയ രീതിയിൽ പോലീസിനെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ കോടതി വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ചു. ഞങ്ങളിതിൽ ഏറ്റവും വലിയ ഓഫീസർ മുതൽ ചെറിയ ആൾക്കാർ വരെ ഇതിലുണ്ടായിരുന്നു. ആ ടീമിലുള്ള എല്ലാവരുടെയും അശ്രാന്ത പരിശ്രമമാണ് ഇത്തരത്തിലുള്ള ഒരു വിധി നിർണയത്തിന് കൊണ്ടെത്തിക്കാൻ പറ്റിയത്. വളരെ അഭിമാനം. പ്രാഥമിക സാക്ഷികൾ പോലും ഇല്ലാതിരുന്ന ഒരു കേസായിരുന്നു. അതെ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അന്വേഷണം കാര്യങ്ങളൊക്കെ? പ്രാഥമിക സാക്ഷികളില്ലായിരുന്നു. ഞങ്ങൾക്ക് CCTV ദൃശ്യങ്ങളും അന്ന് കൂടെ പോയ ഒരു പ്രധാന സാക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ എവിഡൻസുകളും ഞങ്ങൾ കോർത്തെടുത്തു. ഇത്തരത്തിലൊരു നല്ല വിധി പ്രതീക്ഷിച്ചിരുന്നു, കിട്ടിയത് സന്തോഷം. ഒരു പോലീസുകാരനെന്ന നിലയിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഈ വിധി ഇനി ഒരു ഗ്രീഷ്മ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനും ഈ വിധി വളരെയധികം സഹായിക്കും. വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടൊരു അന്വേഷണം. നിങ്ങൾ അറിയാമല്ലോ, ഒരു ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത കേസാണ്. കഷായത്തിൽ വിഷം കലക്കി കൊടുത്തു എന്ന് പറയുന്നെങ്കിലും ആ വിഷം ആര് കലക്കി കൊടുത്തു, എവിടെ നിന്ന് കിട്ടി, ഈ മരണപ്പെട്ട ഷാരോൺ രാജ് എപ്പോൾ അവളെ വീട്ടിലെത്തി, എപ്പോൾ തിരിച്ചു വന്നു, ഇതൊന്നും കണ്ട ദൃക്സാക്ഷികൾ ആരുമില്ല. ഈ കേസിൽ ആരുമില്ല. ഒന്ന് ഷാരോൺ രാജിൻ്റെ ഫ്രണ്ട് മാത്രമാണ് പറയുന്നത് അവിടെ കൊണ്ടാക്കിയത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്റ്റേജിൽ നിന്നും ഈ കേസിനെ ഈ രീതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയായിരുന്നു. അന്വേഷണം എന്ന് പറയുന്നത് ഈ കേസിൻ്റെ ഡിറ്റക്ഷൻ മുതൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത് കോടതിയിൽ വിധി വരുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. നേരിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ അന്വേഷണത്തിലാണെങ്കിലും നമ്മൾ ഹയർ ഓഫീസേഴ്സ്, പ്രത്യേകിച്ച് എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അഡീഷണൽ SP ഇങ്ങനെ താഴോട്ടുള്ള എല്ലാവരും എന്നിട്ട് പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി അത് കഴിഞ്ഞ് ഓരോ ദിവസവും റിവ്യൂ നടത്തി അതിനനുസരിച്ച് വളരെയധികം ഭംഗിയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയി. അതിനുശേഷം എല്ലാ തെളിവുകളും കണ്ടെത്തിയതിന് ശേഷം അതിനെ കുറ്റപത്രം തയ്യാറാക്കി ഒരു ലൂപ്പുകളും ഇല്ലാതെ ഉള്ള തെളിവുകളാണ്, പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകളും പിന്നെ നമ്മളെ മെഡിക്കൽ എവിഡൻസ്, പിന്നെ ഡിജിറ്റൽ എവിഡൻസ്, സൈബർ എവിഡൻസ്, പിന്നെ അതുപോലുള്ള എല്ലാ തെളിവുകളും കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു. അതാണ് കോടതി അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. അതായത് 86 ദിവസത്തിൽ ഞങ്ങൾ പരമാവധി 2 ദിവസം 3 ദിവസം കഴിഞ്ഞൊക്കെ വീടുകളിലെല്ലാം പോവുള്ളൂ. പിന്നെ രാവിലെ 12 മണിക്ക് പോയാൽ പരമാവധി ഇത് സതീഷ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി ചുരുക്കം പറഞ്ഞാൽ എനിക്ക് പറയാമല്ലോ, ഒരു റേഷൻ വാങ്ങണമെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം പോയി വാങ്ങേണ്ടി വന്നു. അത്രയ്ക്ക് സമയബന്ധിതമായി ഇത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്ര ഡെഡിക്കേഷനായിരുന്നു എല്ലാവരും. എൻ്റെ സാറിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് ഈ കേസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നെ അന്വേഷിച്ചതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തരികയും അന്നുണ്ടായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശില്പ മാഡം ഈ കേസിനെക്കുറിച്ച് നല്ലൊരു ഗൈഡ് ലൈനാണ് തന്നത്. അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്തു. നമ്മളൊക്കെ അസിസ്റ്റ് ചെയ്യുകയായിരുന്നു സാറായിരുന്നു നമ്മുടെ മെയിൻ ഓഫീസറായിട്ടുണ്ടായിരുന്നത്.